നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. 2026 ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് നേടാൻ റെഡിയാണോ? ഞാൻ 3 വർഷങ്ങളിലെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ നേടിയ ചില പൊടിക്കൈകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതൊക്കെ ബുക്സാണ് ഉപയോഗിച്ചത്, കോച്ചിങ് എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, എത്രത്തോളം സമയമാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്തു, എന്ത് സ്റ്റഡി പ്ലാൻ ആണ് യൂസ് ചെയ്തത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് 3 വർഷങ്ങളിലായി നടന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷകൾ ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ പൊടിക്കൈകൾ എന്ന് പറയുമ്പോൾ പൊടിക്കൈകൾ മാത്രം ഉപയോഗിച്ചല്ല, വളരെ കഷ്ടപ്പെട്ട് ശക്തമായി പഠിച്ചു തന്നെ നേടിയ പരീക്ഷയാണ്. പക്ഷെ അതിൽ ചില നുറുങ്ങ് വിദ്യകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. ഒപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ എക്സാമുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. കൃത്യമായിട്ട് ആ കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. മക്കളെ, 3 വർഷങ്ങളിലെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ, അതായത് ഞാൻ ആദ്യം എഴുതുന്നത് 2023 ഡിഗ്രി പ്രിലിംസ് പരീക്ഷയാണ്. ആദ്യമായിട്ട് വലിയ ആകാംക്ഷയോടുകൂടി, ഇപ്പം നിങ്ങളിൽ ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഡിഗ്രി പ്രിലിംസ് എഴുതുക. പക്ഷേ 2022 ഡിസംബർ മാസം 3-ാം തീയതിയാണ് ഞാൻ ആക്ച്വലി PSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നടന്നത് 2023 ഏതാണ്ട് ഒരു മെയ് മാസത്തോട് കൂടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 5 മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ട്, വെറും 5 മാസത്തെ കഷ്ടപ്പെട്ട പ്രിപ്പറേഷൻ കൊണ്ട്, ചില പൊടിക്കൈകൾ കൊണ്ട് ഞാൻ ആ ഡിഗ്രി പ്രിലിംസ് പാസ്സായി. അന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയെ ഉണ്ടായിരുന്നു, സബ് ഇൻസ്പെക്ടറും ഉണ്ടായിരുന്നു. ഈ 2 പ്രിലിംസും ഞാൻ ക്ലിയർ ചെയ്തു. ദെൻ അതിനുശേഷം 2024 അതിൽ സബ് ഇൻസ്പെക്ടർ പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. 2024 ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയാണ് എങ്കിൽ ആ സമയത്താണ് നമ്മുടെ LSGS ഉള്ളത്. LSGS പ്രിലിംസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു എക്സാം ആയിരുന്നു അസിസ്റ്റന്റ് മാനേജർ, നമ്മുടെ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ഉണ്ടായിരുന്നു. മാർക്കറ്റിംഗ് ഓർഗനൈസർ, ഈ 3 പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഡിഗ്രി പ്രിലിംസ് ആയിരുന്നു നടന്നത്. ആ 3 ഡിഗ്രി പ്രിലിംസും ഞാൻ ക്ലിയർ ചെയ്തു. 2025 ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ വന്നു. ആ സമയത്ത് സെക്രട്ടറി അസിസ്റ്റന്റും സബ് ഇൻസ്പെക്ടറും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ആ ഡിഗ്രി പ്രിലിംസും ഞാൻ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. അപ്പൊ ഈ പറയുന്ന 3 വർഷങ്ങളിലായിട്ട് ഇത്രയും ഡിഗ്രി പ്രിലിമിനറി പരീക്ഷകൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്യാൻ പറ്റിയ, അതിന് എന്തൊക്കെ പൊടികളാണ് ഉപയോഗിച്ചത്? നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ക്ലിയർ ചെയ്ത ഒരാളായിരിക്കണം പറഞ്ഞു തരേണ്ടത്. അപ്പൊ ആ ഒരു രീതിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇപ്പോൾ പ്രിപ്പറേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല. ഇപ്പം മുഴുവൻ സമയവും നിങ്ങളെ എങ്ങനെ പഠിപ്പിക്കാം, നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പഠിപ്പിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ തരാം എന്നുള്ള കാര്യങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിട്ടില്ല. ഓക്കെ, പോട്ടെ. അപ്പൊ ഈ പറയുന്ന 3 വർഷങ്ങളിലും ഞാൻ ഉപയോഗിച്ച ചില പൊടിക്കൈകളുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോണം. ആ പൊടിക്കൈകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാൻ പോവാണ്. അതിലാദ്യം ഞാൻ പ്രിലിംസ് പാസ് ആവാൻ യൂസ് ചെയ്ത ടിപ്സിൽ 1-ാമത്തെ ടിപ്പാണ് ഞാൻ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നു എന്നുള്ളത്. എന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് 2 തരത്തിലുള്ള സ്റ്റഡി പ്ലാൻ ആണ്. ഒന്ന് ഷോർട്ട് ടേം സ്റ്റഡി പ്ലാനും മറ്റൊന്ന് ലോങ് ടേം സ്റ്റഡി പ്ലാനും. ഞാൻ വളരെ ലോങ് ടേമിലേക്ക്, അതായത് ഒരു 3 മാസത്തെ സമയത്തിലേക്ക് ഞാനൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തു. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഞാൻ ഓരോ സമയത്തും ഇന്ന സമയത്ത് ഇന്ന സാധനം ഞാൻ കവർ ചെയ്യും, ഇന്ന സമയത്ത് ഇന്ന സാധനം ഞാൻ കവർ ചെയ്യും എന്നുള്ള കൃത്യമായ സ്ട്രാറ്റജി എൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിസംബർ 3 സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി മാസം 28-ാം തീയതി ആയപ്പോഴത്തേക്കും ഞാൻ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പഠിച്ചു. സിലബസ് വാരി വലിച്ചല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അഷ്വേർഡ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം അത്രയും കോൺഫിഡൻസ് ആണ് എനിക്ക് ആ ഒരൊറ്റ സ്റ്റഡി പ്ലാനിലൂടെ ലഭിച്ചത്. അതുകൂടാതെ ഞാൻ ഷോർട്ട് ടേം സ്റ്റഡി പ്ലാനും ഫോളോ ചെയ്തു. ഓരോ ദിവസവും എങ്ങനെയാണ് പോവേണ്ടത്, ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടത്, കൃത്യമായ സ്റ്റഡി പ്ലാൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചുകളിലൊക്കെ നമ്മുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് 1 വീക്ക് സ്റ്റഡി പ്ലാനും ഡെയിലി സ്റ്റഡി പ്ലാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എന്താണ്, കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന ഒരു ടിപ്പ് കൃത്യമായി കോൺസെൻട്രേറ്റഡ് ആയി അടുക്കും ചിട്ടയോടെയും പഠിച്ചു പോകാനായിട്ട് എന്നെ സഹായിച്ചു. ഒപ്പം പ്രയോറിറ്റി ടോപ്പിക്കുകൾ ഒന്നും മിസ്സാവാതെ കൃത്യമായ ഒരു ഗൈഡൻസ് എനിക്ക് സ്റ്റഡി പ്ലാനിലൂടെ ലഭിച്ചു. 2-ാമത്തെ കാര്യം, എനിക്കൊരു കിഡിലൻ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ മെന്റർ സപ്പോർട്ട് നമ്മുടെ പ്രിയപ്പെട്ട അമൽ സാർ. അമൽ സാർ ആ സമയത്ത് മറ്റൊരു സ്ഥാപനത്തിലായിരുന്നു. ആ സമയത്ത് അമൽ സാറുമായിട്ട് എനിക്ക് വ്യക്തിബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നത് പോലെ കൃത്യമായിട്ടുള്ളൊരു മെന്റർഷിപ്പ് സാർ എനിക്ക് തരുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ലോങ് ടേം സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തു. ഈ സ്റ്റഡി പ്ലാൻ ഞാൻ ആദ്യം കൊണ്ട് കാണിക്കുന്ന, പ്രിന്റ് എടുത്തുകൊണ്ട് കാണിക്കുന്ന അമൽ സാറിനെയാണ്. സാറോട് ഞാൻ ചോദിച്ചു, സാർ ഈ സ്റ്റഡി പ്ലാൻ എങ്ങനെയുണ്ട്? അതൊരു 105 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആയിരുന്നു. ഇങ്ങനെ ഞാൻ പഠിച്ചാൽ മതിയോ? അടിപൊളിയല്ലേ സ്റ്റഡി പ്ലാൻ? സാർ പറഞ്ഞു, കിട്ടില്ല സ്റ്റഡി പ്ലാൻ ആണ്.
നീ ഇത് ഫോളോ ചെയ്താൽ മതി, ഇത് നിനക്ക് നേടാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് അന്ന് സാറ് തന്നു. കൃത്യമായ ഇടവേളകളിൽ അമൽ സാർ എന്നെ വിളിക്കുമായിരുന്നു, ഞാൻ സാറിനെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഗൈഡൻസ് എനിക്ക് തന്നു. ഇപ്പം നിങ്ങൾക്ക് ബാച്ചുകളിൽ തരുന്നില്ലേ, ആ തനി രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ സാർ എനിക്ക് തരുമായിരുന്നു. ആ മോട്ടിവേഷനിലാണ് ഞാൻ ഇതൊക്കെ നേടിയെടുത്തത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സ്വർണം പോലെ, ഒരു മുത്തു പോലെ മെന്റർഷിപ്പ് തരുന്ന ഒരു അടിപൊളി മെന്ററാണ്. സാറിന് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അത് കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുക. സാറിൻ്റെ ശിഷ്യനാണ് ഞാൻ. സാറിൻ്റെ കീഴിൽ ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നത്, സാറിന് ഗൈഡൻസിൽ ജോലി ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വാസം. സാറിൻ്റെ ഓരോ വാക്കുകളും നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ തരുന്നുണ്ട്. അതേ മോട്ടിവേഷൻ തന്നെയാണ് അന്ന് എനിക്ക് തന്നത്. അപ്പോൾ അതേ വ്യക്തിയുടെ കീഴിൽ തന്നെ ജോലി ചെയ്യുക എന്നുള്ളത് എനിക്ക് അത്രയും ആഗ്രഹമുള്ള വ്യക്തിയാണ്. ഒരു അടിപൊളി മനുഷ്യനാണ് സാറ്. അപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തെ കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് തന്നെ നിങ്ങൾ കാണുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ അത് തീർച്ചയായിട്ടും ഉപകരിക്കും. then അടുത്തത് ഞാൻ തിരഞ്ഞെടുത്തത് ഓൺലൈൻ സ്റ്റഡി മെത്തേഡ് ആയിരുന്നു. ഓഫ്ലൈൻ സ്റ്റഡി മെത്തേഡ് ഞാൻ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരുപാട് സമയനഷ്ടം എനിക്ക് തോന്നി. ഇപ്പം നിങ്ങളിൽ പലരും ഓഫ്ലൈനിൽ പോകുന്നവരുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ്, രാവിലെയൊക്കെയാണ് ഞാൻ മോർണിംഗ് ബാച്ചിനാണ് പോയിക്കൊണ്ടിരുന്നത്. മോർണിംഗ് ബാച്ചിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വണ്ടിയൊക്കെ പിടിച്ച് എവിടെയാണോ സെൻറ്റർ അവിടേക്ക് എത്തണം. അപ്പോൾ ഒരു പക്ഷേ ഒരു മണിക്കൂറും 1.5 മണിക്കൂറും ചിലയിടത്ത് അരമണിക്കൂറും ഒക്കെ ട്രാവലിങ്ങിന് വേണ്ടി നഷ്ടപ്പെടുത്തണം. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ആ ക്ലാസ്സിന് കയറുമ്പോൾ ഇന്ന് ഒരു ഫാക്കൽറ്റി വന്നാൽ, ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ് എനിക്ക് തന്നാൽ, പിന്നെ ആ ഫാക്കൽറ്റിയെ ഞാൻ കാണണമെങ്കിൽ 2 ആഴ്ചയെങ്കിലും കഴിയും. ശരിയല്ലേ? പലരും അനുഭവിക്കുന്നുണ്ട്. ഇന്നൊരു ഫാക്കൽറ്റിയെ കണ്ടാൽ പിന്നെ 2 ആഴ്ചയെങ്കിലും കഴിയണം. അപ്പോഴത്തേക്ക് ആ പഠിച്ചതും മറക്കും, പിന്നെ ഒരു തേങ്ങയും നമ്മുടെ തലയിൽ കാണത്തില്ല. അത്രയും ബ്ലാക്ക് മൈൻഡഡ് ആയിട്ട് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, അടുത്ത ദിവസത്തെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഓഫ്ലൈനിൽ നേരിട്ടു. അതായത് ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാത്ത രീതിയിൽ ക്ലാസ്സുകൾ പോകുന്നു എന്നൊരു പ്രശ്നമുണ്ടായി. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരുന്നു എന്നറിയാമോടാ? അതായത് സമയനഷ്ടമായിരുന്നു. ഒരുപാട് സമയം, ഞാൻ വരുന്ന സമയം, ഞാൻ പോകുന്ന സമയം, ഇതൊക്കെ എനിക്ക് നഷ്ടമായിരുന്നു. മൂന്നാമത്തെ പ്രശ്നം ഡെയിലിയുള്ള 100 മാർക്കിൻ്റെ എക്സാം. ഞാൻ ആക്ച്വലി ആ എക്സാം എഴുതി എന്തിനാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ 1 മാസം 1.5 മാസമേ പോയുള്ളൂ. ഇപ്പോഴും എനിക്കറിയില്ല. എല്ലാ ദിവസവും ഒരു 100 മാർക്കിൻ്റെ എക്സാമാണ്. ആ എക്സാം ആ സ്ഥാപനത്തിൻ്റെ റാങ്ക് ഫയൽ ബേസ് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, എനിക്ക് ആക്ച്വലി അവിടെ പഠിപ്പിക്കുന്നത് പഠിക്കാൻ പറ്റുമോ? ഓരോ ദിവസത്തെ എക്സാമിന് വേണ്ടിയിട്ട് റാങ്ക് ഫിൽ പഠിക്കാൻ പറ്റുമോ? എന്തൊരു സ്റ്റഡി മെത്തേഡ് ആയിരുന്നു. നിങ്ങളിൽ പലരും ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നവരുണ്ടാകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു പ്രൊസീജിയറാണിത്. അപ്പോൾ അവിടെയും നിങ്ങളുടെ സമയം നഷ്ടമാവുകയാണ്. 100 മാർക്കിൻ്റെ എക്സാം എല്ലാ ദിവസവും ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണ്. നിങ്ങൾക്ക് ഒരു വീക്കിലി 100 മാർക്ക് ചെയ്യാം. ഒരു അസസ്മെന്റ് എന്ന നിലയിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയി. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ബാച്ചുകളിലെല്ലാം 100 മാർക്കിൻ്റെ ഒരു എക്സാമിനേഷൻ വീക്കിലി തരുന്നത്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഒരു ഫുൾ ലെങ്ത് എക്സാമിനേഷൻ ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടുന്നതിന് അത് കാരണമാകും. പകരം നിങ്ങൾ ഡെയിലി 10 മാർക്കിൻ്റെയും 20 മാർക്കിൻ്റെയും എക്സാം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു മോക്ക് എക്സാം നിങ്ങൾ ചെയ്യുന്നു, അവിടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഇമ്പ്രൂവ് ആവും. അതുകൊണ്ട് നമ്മുടെ ഓരോ ടോപ്പിക്കിൻ്റെയും കൂടെ നമ്മളൊരു 10 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് തരാറുണ്ട്. ഡിഗ്രി ലെവൽ നോട്ട്സിൻ്റെ കൂടെ നമ്മളൊരു 10 മാർക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. അങ്ങനെ ഒരു ടോപ്പിക്കിൽ നിന്ന് 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ സ്റ്റഡി മെത്തേഡ് ആയതുകൊണ്ട് എൻ്റെ സൗകര്യത്തിന് ഈ ക്ലാസ് കാണാം, എനിക്ക് ഇഷ്ടമുള്ള സമയത്തിന് ഈ ക്ലാസ് കാണാം, അല്ലേ? അത് 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂറും പ്യുവർ കണ്ടന്റ് ആണ്. ഒരു എക്സ്ട്രാ കാര്യങ്ങളും പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല, കൃത്യമായ കണ്ടന്റ് ആണ്. ഇത് കൂടാതെ കൃത്യമായ മോട്ടിവേഷൻ സെഷൻസ്, ഞാൻ പറഞ്ഞില്ലേ അമൽ സാറിന് നേതൃത്വമുള്ള മോട്ടിവേഷൻ സെഷൻസ് എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു അടിപൊളിയായിരുന്നു ഓൺലൈൻ ബാച്ച്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഓൺലൈൻ തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ അമൽ സാറായിരുന്നു എനിക്ക് അവിടെയും ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഡെയിലി റിവിഷൻ മെത്തേഡ് ഞാൻ ഫോളോ ചെയ്തു. ഓരോ ദിവസവും റിവിഷൻ മെത്തേഡ് ചെയ്തു. അത് അമൽ സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വൈസ് ആയിരുന്നു. നീ എല്ലാ ദിവസവും റിവൈസ് ചെയ്യണം. സാധാരണ നമ്മളെല്ലാവരും ശനി ഞായർ ദിവസങ്ങളാണ് റിവൈസ് ചെയ്യുക. പക്ഷേ പലപ്പോഴും അത് നടക്കാറില്ല എന്നതാണ് ശരി. അല്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, കൃത്യമായിട്ട് നടക്കുന്ന വളരെ ചുരുക്കം ആളുകളെ കാണുള്ളൂ. കൂടുതൽ ആളുകളും അത് നടക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഡെയിലി റിവിഷൻ മെത്തേഡ് ഫോളോ ചെയ്തത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും ഞാൻ റിവൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ടൈം റിവിഷന് വേണ്ടി കണ്ടുപിടിക്കേണ്ട, പഠിച്ചതൊന്നും മറന്നു പോവുകയുമില്ല. അതേപോലെ വീക്കിലി ഞാൻ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും ചെയ്ത് സമയം കളയില്ല. ഒരു വീക്കിൽ ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും 10-20 ചോദ്യങ്ങൾ ഞാൻ ചെയ്തു പോകും. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, പഠിക്കാൻ പറ്റുമായിരുന്നു. ഇതാണ് ഞാൻ ഫോളോ ചെയ്തിരുന്ന ടിപ്സ്. ഇതിലൂടെയാണ് ഞാൻ 3 വർഷത്തെ ഏതാണ്ട് 10ഓളം പ്രിലിമിനറി പരീക്ഷകൾ ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത്. ഇനി ഞാൻ എന്ത് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചത്? ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് സെൽഫ് പ്രിപ്പയർഡ് നോട്ട്സ് ആയിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം സ്ലൈഡുകളായിരുന്നു എനിക്ക് നോട്ടായിട്ട് തന്നിരുന്നത്. സ്ലൈഡുകൾ ഇപ്പോഴും നിങ്ങൾ പഠിക്കുന്ന പല സ്ഥാപനങ്ങളിലും സ്ലൈഡുകളായിരിക്കും നോട്ടായിട്ട് തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് സെൽഫ് പ്രിപ്പയർഡ് ആയിട്ടുള്ള നോട്ടുകൾ ഉപയോഗിക്കുമായിരുന്നു. സ്വന്തമായിട്ട് നോട്ട് എഴുതി പഠിക്കുമായിരുന്നു. പക്ഷേ നിലവിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെയൊക്കെ നോട്ട്സ് ആണെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രിന്റ് റെഡി നോട്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ A4 സൈസിൽ
ഒരു ക്ലാസ്സിൽ എന്തൊക്കെ അധ്യാപകൻ പഠിപ്പിക്കുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു നോട്ടാണ്. കാരണം നമ്മളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും അത് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവരുത് എന്നുള്ളത് ഓരോന്നായിട്ട് റെക്ടിഫൈ ചെയ്താണ് നമ്മുടെ ബാച്ചുകളെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൽഫ് പ്രിപ്പയർഡ് ആയിട്ടുള്ള നോട്ട്സിന് പകരം നല്ല അടിപൊളി പ്രിന്റ് റെഡി നോട്ട്സ് A4 സൈസിലുള്ള നോട്ട്സ് ആണ് നമ്മൾ ഇവിടെ തരിക. അത്തരത്തിലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നതോടെ നിങ്ങൾ ഒരുപാട് സമയം അല്ലെ 1 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ 3 മണിക്കൂറെങ്കിലും നഷ്ടമാകും. 3 മണിക്കൂർ ആ സമയം ഇവിടെ ലാഭിക്കാനായിട്ട് പറ്റും. അതേപോലെ SCRT NCRT നോട്ട് നമ്മൾ SCRT NCRT ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഞാൻ പഠിക്കുമായിരുന്നു. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ എക്കണോമിക്സ് ആണെങ്കിൽ രമേശ് സിംഗ് ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ദെൻ കറണ്ട് അഫയേഴ്സിന് ടോപ്പിക് വൈസ് ആയിട്ടായിരുന്നു കറണ്ട് അഫയർ നോക്കാം. മാത്സ് ഇംഗ്ലീഷ് മലയാളം പഠിക്കാൻ വേണ്ടി PYQs ഫോളോ ചെയ്യുമായിരുന്നു. ഇവിടെ ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു അവിടെ കിട്ടാത്തത്, മറ്റ് സ്ഥാപനങ്ങളിൽ ഇല്ലാത്തത്, അതൊക്കെ ഒരു കുട്ടിക്ക് റാങ്ക് നേടാനായിട്ട് നമ്മുടെ ബാച്ചുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഈ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ സൂപ്പർ സക്സസ് ബാച്ച് എന്ന് പറയുക. സൂപ്പർ സക്സസ് ബാച്ച് ഉടനെ തന്നെ ക്ലോസ് ചെയ്യാൻ പോവാണ്. നമ്മൾ അഡ്മിഷൻ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇന്നോ നാളെ കൂടി മാത്രമേ സൂപ്പർ സക്സസ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുമെങ്കിൽ ആവശ്യമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം. അതിന് വേണ്ടിയിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് മക്കളെ. ആ ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്തോടാം. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമ്പോഴേ കൃത്യമായിട്ട് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നോ നാളെയോ ആ ബാച്ച് ക്ലോസ് ആവും. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഗൂഗിൾ ഫോം ചെയ്തോ, അല്ലെങ്കിൽ 8281223366 നമ്പറിലോട്ട് വിളിച്ചോ. അപ്പോൾ ഗൂഗിൾ ഫോം ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബാച്ചിലേക്ക് കയറും. നിങ്ങൾക്കായിരിക്കും പ്രയോറിറ്റി. അല്ലാത്ത പക്ഷം മറ്റുള്ള കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ പോകും, അഡ്മിഷൻ ക്ലോസ് ആവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ലാസ്റ്റ് ചാൻസ് ആണ്. 8281223366 എന്നാണ് നമ്പർ. നിങ്ങൾക്ക് വിളിച്ച് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അടിപൊളി ക്ലാസ്സുകളും നോട്ടുകളുമായിരിക്കും. എങ്ങനെയാണോ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് പഠിച്ചോടാം. ഓൾ ദി ബെസ്റ്റ്.